കിടിലമായിരുന്നു. ഇത് പാട്ടിനെ നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോയി. എല്ലാം അമ്മയുടെ അനുഗ്രഹം അല്ലേ ഏട്ടാ? അതെ അതെ അതെ. ക്യാഷ് ഞാൻ ജിപേ ചെയ്താ പോരെ? ക്യാഷ് ആയിട്ടുണ്ടാവില്ലേ സ്ഥലട്ടോ? ക്യാഷ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ പൈസ അക്കൗണ്ടിൽ തരും. ഡോണ്ട് വറി. നന്നായിരുന്നു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ തട്ടിക്കുട്ടി ആൽബത്തിനൊന്നും വായിക്കാൻ എന്നെ വിളിക്കരുത്. അത് ശരി. 1000 രൂപയുടെ പരിപാടിയാണെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഇത് 2500 എൻ്റെ അതെവിടെ? അത് കിട്ടുമ്പോൾ കിട്ടും. ഫൈസൽ എൻ്റെ കയ്യിൽ വീട്ടിലേക്ക് പോകാനുള്ള കാശ് മാത്രമേ ഉള്ളൂ. ടെൻഷൻ ആവല്ലേ പ്രഭേ, പൈസ ഇന്ന് വരും നാളെ പോവും. എടാ നാളെ പോകാനായിട്ട് ഇന്ന് വരണ്ടേ? വിരാജ് ത്രിവേദി സാറില്ലേ, പുള്ളി കേരളത്തിൽ ഇലക്ട്രിക് ഗിറ്റാറിസ്റ്റിൽ പുതിയ പിള്ളേരെ നോക്കുന്നുണ്ട്. പുള്ളിയുടെ മാനേജിംഗ് ടീമിൽ ഒരു മലയാളി പെങ്ക് വെച്ചിട്ടുണ്ട്, അവൾ വഴി വന്നാൽ. നീ അന്ന് ജസ്റ്റിന് ചെയ്ത് കൊടുത്ത സെഷനില്ലേ, അത് നോക്കുമ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ സിനിമയ്ക്കും സ്റ്റേജ് ഷോസിനൊക്കെ ഫുൾ ബോംബെ എന്നുള്ള ടീമാണ്. ഫോട്ടോ ശ്രമിച്ചു നോക്കാമല്ലോ. ഇത് ശ്രമിച്ചു നോക്കാമല്ലോ. ഇതെന്താ ഓക്സിജൻ ലെവൽ നോക്കാനാണോ? ക്രെഡിറ്റ് കാർഡിൻ്റെ വെരിഫിക്കേഷൻ എടാ. നിനക്ക് വേണോ? വേണ്ട ടെൻഷനാണ് സാറേ. മാസം 60,000 രൂപ നമുക്ക് വലിക്കാൻ പറ്റും. ആണോ? പിന്നല്ല ബ്രോ, പ്രൊസെറ്റ് ചെയ്ത് കൊടുത്ത്. ഓ സാർ എന്ത് ചെയ്യുന്നു? ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഉറപ്പായിട്ടും റിജക്റ്റ് ആവും. ഒപ്പിട്ട് സാറേ ഒരു ഫോട്ടോ. അത്ര ചിരി വേണ്ട. ബ്രോ ഒരു 200 റുപ്പീസ് ഉണ്ടാ? ഇന്നലെ എറണാകുളം വരെ പോയിട്ടൊന്നും തടഞ്ഞില്ല, ഫുൾ സ്റ്റോക്ക് കാലി. എന്റെ കയ്യിൽ എവിടെന്നാ? ഇയാളുടെ അച്ഛനോട് ചോദിച്ചാ പോരെ? ഞാൻ അങ്ങേരോട് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ. എന്താ? അല്ല കുഴപ്പമില്ല. ആര്? ഞാനോ? അതല്ല, എന്താ കാര്യച്ച പറഞ്ഞോളൂ. ചേഞ്ച് ഉണ്ടാവും. എത്രയുണ്ട്? ഒരു 200. 100ൻ്റെ ആയിട്ട് മതിയോ? അല്ല 200-ന് ഒറ്റയാണല്ലോ. ഓക്കെയാണ്. അപ്പോൾ അത് ചേഞ്ച് അല്ലല്ലോ. എന്തിനാ? ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ. എന്നാ ജസ്റ്റ് അങ്ങ് പുറത്തിറങ്ങിയാൽ പോരെ? ഒരു ചായ കൂടി കുടിക്കാൻ കരുതി. ഓ, ഒരു മിനിറ്റ്. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ മോളെ ചെറുപ്പത്തിൽ കണ്ടതാ, വളർന്നല്ലോ. അയ്യോ, ഇവിടെ അപ്പുറത്തെ വീട്ടിലെയാ. ഞങ്ങൾ ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞപ്പോൾ ഈ മാനയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ സോറി, നിങ്ങൾക്ക് ആൺകുട്ടിയാണല്ലോ അല്ലേ? ഇതെന്റെ ബ്രദറാ. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാ. സാറില്ല. ദാ 3 ഗ്ലാസ് ചായ ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ ഒഴിച്ചു കുടിച്ചോ. ഓക്കെ അല്ലേ? പണ്ടൊക്കെ ഇല്ലത്തിന് പുറത്ത് ചായ കഴിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വക അപ്പടിയാ. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇതെനിക്ക് ഇഷ്ടമായി. ഈ പ്രഹ്ലാദൻ നമ്പൂതിരല്ലേ ഇവിടെ ആദ്യം ഫേമസ് ആയത്? ഈ അച്ഛനടക്കം വല്യച്ഛനെ സഹായിട്ടില്ല തുടങ്ങിയത്. അതിന് വല്യച്ഛൻ എങ്ങനെയാണ് അച്ഛൻ്റെ ചാടൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി നോക്കുന്ന ഒരാൾ അല്ലേ? അതിന് ഞാൻ തന്നെ പോരെ? എനിക്ക് എന്നോട് നല്ല സ്നേഹമാണ്. എന്നെ ഞാൻ നന്നായി നോക്കുന്നു. സ്വന്തം കാര്യം മാത്രം. എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. വിപന്നകാലേവി ധിയോനഹാനി. ബാക്കി എന്താ കേക്കട്ടെ? തനിക്കറിയാവുന്ന ശ്ലോകമല്ലേ? പുനശ്ച സംപ്രാപ്യതേ ധനാഗമഃ. ആ, എന്താ അർത്ഥം? കഷ്ടകാലത്തും ബുദ്ധി നഷ്ടമാവില്ല, അത് ഉപയോഗിച്ചാൽ പിന്നെ സമ്പാദിക്കാൻ പറ്റും. സിമ്പിൾ, അത്രേ ഉള്ളൂ. പോയി സമ്പാദിക്കടോ. ചെറുമേ രൂപ എവിടെ? ദേ നമ്മുടെ കുളത്തിൽ കുളിക്കണു. എന്താന്നറിയില്ല, ഇപ്പൊ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോണില്ല. രൂപേ ഞാൻ റെഡിയാണോ? എന്തിന്? പൂണൂലിടാൻ, പൂജ ചെയ്യാൻ ഞാൻ റെഡിയാണ്.
എന്തോ ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചേ, നിന്റെ ഭാഷയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഓ ഓ അത് കിട്ടണം, അത് കിട്ടണം. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ആ തിരുമേനി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിച്ചിട്ട്. ഓ വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ പോരെ? ഹേയ്, അവിടെ ഉപ്പുമാവാ, ഇവിടെ മസാല ദോശ. ഞാനിപ്പോ വരാ. അയ്യ 5, 6, 6, 5, 36. ഓക്കെയാണ്, മാറിക്കോ. ഇത് കൊള്ളാലോ. പൗലോസ് പണിതാ ആ തേക്കിന്റെ ആ തേക്കാണെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നല്ല കാശായി കാണുമല്ലോ. പണിയുന്ന പൗലോസ് ആണെങ്കിൽ പിന്നെ പൈസ കൂടാണ്ടിരിക്കുക. ആ ഉറപ്പ് ഉണ്ടായാ മതി. തലയിലിരിക്കണ ആ വിഗ്ഗിനക്കാണ് ഉറപ്പാണിത്. അത് കൈകൊണ്ടൊന്ന് താങ്ങിക്കോ, പറന്നു പോണ്ട. പൗലോസേ, ഇതിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഇത് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളിരുന്നാലും സാധനം അനങ്ങൂല. ഇങ്ങനെ തള്ളല്ലേ എൻ്റെ പൗലോസ്. തള്ളാനാ ഞാനാ? സാർ അങ്ങോട്ട് തള്ളിയിരുന്നേ, അതൊന്ന് തെളിയിക്കണമല്ലോ. നിങ്ങളങ്ങോട്ട് മാറിയ. ആ മോനെ നീങ്ങ വന്നേ, നീ അവിടെ ഇരുന്നേ. മക്കളെ എല്ലാവരും ചെന്നിരുന്നേ. ചേച്ചി ഇരുന്നേ. ഇരുന്നോ എല്ലാവരും? വാ വന്നിരുന്നോ. എന്തേ തിരുമേനിക്ക് ഇരിക്കണ? ഇരുന്നോ, ഐശ്വര്യമായിട്ട് ഇരുന്നോ. നീ ഇങ്ങോട്ട് മാറിയ, തിരുമേനി ഇരിക്കട്ടെ. ഇരുന്നോ. ഇപ്പം എങ്ങനെയുണ്ട്? അച്ഛനെ അമ്മനെ ആരെന്ന് വെച്ചാൽ വിളിച്ചോ സാറിൻ്റെ കയറി നാടത്തെ. ഇങ്ങോട്ട് വടക്കേ ഒരു കുഴപ്പമില്ല. ഊഞ്ഞാലും ഓക്കെയാണ്. ഒന്നുകൂടെ പറഞ്ഞേ. വേദനയുണ്ടോ മോനെ? ഒട്ടുമില്ല. MRIയിൽ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞേ. ആ കാശും വേസ്റ്റായി. പക്ഷെ എക്സ്റേ എടുത്ത് നന്നായി. നട്ടിൽ രണ്ടിടത്ത് നീരുണ്ടെന്ന് പറഞ്ഞേ. ഭാഗ്യം, ഹിന്ദുള്ളതുകൊണ്ട് ഏറ്റിരിക്കുന്ന പൂജകളൊന്നും മുടങ്ങില്ല. അതെ അതെ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോയിക്കേ. എനിക്കിന്നോട് പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ട്. ചെല്ലമ്മേ. എന്തോ എന്തോ കാര്യം, ഞാൻ നിന്റെ കസിൻ നിൽക്കുക. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ തൊഴിൽദാതാവ് കൂടിയാ. അതിനെ ഇപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് പൂജ ചെയ്യാനുള്ള പ്രാപ്തിക്കായി തന്നെ സമ്പാദിക്കാനും ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അതെ, ഞാനിത് സ്ഥിരമാക്കാൻ ഉദ്ദേശമൊന്നുമില്ല. ഒന്ന് ഫിനാൻഷ്യൽ സെറ്റായാൽ ഞാൻ തിരിച്ചു. നീ പോയിക്കോ. ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. നാളെ മുതൽ നിനക്ക് പൂജ ചെയ്ത് കിട്ടുന്നതിൽ 50-50. പൂജ ചെയ്യണത് ഞാനല്ലേ? പക്ഷെ പൂജ പിടിക്കണം ഞാനല്ലേ? രൂപേ എന്തോ ബന്ധുമിത്രാദികൾ തമ്മിൽ പ്രൊഫഷണൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ പൈസയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നെ വഴക്കുണ്ടാവില്ല. വെറുതെ ബന്ധം വഷളാക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. 60-40. മതി 40 മതി. നീ ഹാപ്പി അല്ലേ?